വിദ്വേഷ പരാമർശ കേസിൽ ഒളിവിൽ കഴിയുന്ന പി.സി. ജോർജ് ഇന്ന് പോലീസിൽ കീഴടങ്ങിയേക്കും. ഇന്ന് കീഴടങ്ങാമെന്ന് കാണിച്ച് ജോർജ് കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ട പോലീസിന് കത്ത് നൽകിയിരുന്നു. ബി.ജെ.പി. നേതാക്കളും പി.സി. ജോർജിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പി.സി. ജോർജിന്റെ വീട്ടിൽ നിന്നും ജോസിൽ സെബാസ്റ്റ്യൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ജോസിൽ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പി.സി. ജോർജിന്റെ വീട്ടിൽ പോലീസും എത്തിയിട്ടുണ്ടെന്നാണ്. എന്താണ് നിലവിലത്തെ അവിടുത്തെ സാഹചര്യം? സിന്ദൂരി ഇപ്പോൾ ഈരാറ്റുപേട്ട SHO ആണ് ഇവിടെ എത്തി ഇവിടുത്തെ സ്ഥിതിഗതികളും അതുപോലെ തന്നെ പി.സി. ജോർജ് ഇവിടെ ഉണ്ടോ എന്നുള്ളതും പരിശോധിച്ച് പോയത്. അപ്പോൾ ഇവിടെ കേന്ദ്രീകരിച്ചിരുന്ന BJP-യുടെ ചില സംസ്ഥാന നേതാക്കളടക്കം ഇവിടെ എത്തി പോലീസിനോട് തട്ടിക്കയറുന്നൊരു സ്ഥിതിയൊക്കെ ഉണ്ടായി. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രകടനം നടത്താൻ പാടില്ല എന്നുള്ള കാര്യം പോലീസ് BJP നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ പ്രകടനമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ജനാധിപത്യ പാർട്ടി എന്നതിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇവിടെ കൂടിയാലോചിച്ച ശേഷം ഇപ്പോൾ പറയുന്നത് പ്രകടനം ഇല്ല എന്നൊക്കെയാണ് ഇപ്പോൾ BJP നേതാക്കന്മാർ പറയുന്നത്. ഏതായാലും ഇത്തരത്തിൽ വിദ്വേഷ പരാമർശം ഒരു ടെലിവിഷൻ ചാനലിൽ ഇരുന്ന് നടത്തിയ പി.സി. ജോർജിന് ജാമ്യം ഹൈക്കോടതിയാണ് നിഷേധിച്ച് സ്വാഭാവികമായിട്ടും പോലീസിന് അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പി.സി. ജോർജ് ഇന്ന് ഹാജരാകാം. പോലീസിനെ സംബന്ധിച്ച് വലിയൊരു സംഘർഷത്തിലേക്കോ വീണ്ടും പി.സി. ജോർജിനെ വലിയ ആളാക്കാനുള്ള ഒരു നീക്കത്തിലേക്കൊന്നുമില്ല. പി.സി. ജോർജിന് കീഴടങ്ങാനുള്ള എല്ലാ അവകാശവും പോലീസ് നിലവിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെയും പക്ഷേ ഈ വീട്ടിലേക്ക് പോലും പി.സി. ജോർജ് എത്താത്ത ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമുണ്ട്. ദീർഘകാലം ഏകദേശം 30 വർഷത്തോളം നിയമസഭാ സാമാജികനായിരുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ പലതവണ ഈ അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറയുന്നത് ഒരിക്കലും ഭൂഷണമല്ല. അതുകൊണ്ട് ജാമ്യം കൊടുക്കാനേ പറ്റില്ല എന്നുള്ളൊരു നിലപാടാണ് ഹൈക്കോടതി എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കീഴ്ക്കോടതിയിൽ സ്വാഭാവികമായും ഈ പ്രദേശത്തുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ എവിടെയും ആയിരിക്കും പിന്നീട് ഹാജരാക്കുന്നത്. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച ഒരു കാര്യത്തിൽ സ്വാഭാവികമായിട്ടും കീഴ്ക്കോടതിയും ജാമ്യം കൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP നേതൃത്വമാണ് പിന്നീട് ഇതിനെ സമാധാനപരമായി ഇതിനെ നേരിടണമോ അല്ലെങ്കിൽ മറ്റ് അക്രമത്തിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ അവരാണ് തീരുമാനിക്കുകയും അവരാണ് വിലയിരുത്തുകയും ചെയ്യുന്നത്. കാരണം ഈ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഒരു കോടതിയാണ് ജാമ്യം നിഷേധിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തു. ആ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ പണി ചെയ്തേ പറ്റൂ. പക്ഷേ ഇവിടെ എത്തിയ വളരെ മാന്യമായി അധികം വലിയ ഫോഴ്സല്ല വന്നത്. ഒരു ഡ്രൈവറും SHOയും മാത്രമാണ് ഇവിടെ എത്തി നിലവിൽ ഇവിടുത്തെ സ്ഥിതിഗതികൾ വീക്ഷിക്കാൻ വേണ്ടി വന്ന അവരോട് തട്ടിക്കയറുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ടായി. ഏതായാലും വളരെ സമാധാനത്തോടെ ഇപ്പോൾ പോലീസ് ഇവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. പക്ഷേ പ്രകടനം അനുമതിയില്ല എന്നുള്ള കാര്യം BJP നേതാക്കന്മാരോട് വളരെ വ്യക്തമായി SHO അറിയിച്ചിട്ടുണ്ട്. സിന്ദൂരി. ജോസിൽ, ഇതിനു മുമ്പും പോലീസ് അവിടെ എത്തി ഒരു നേരിട്ടെത്തി ഹാജരാകണം എന്ന രീതിയിലുള്ള നോട്ടീസ് കൈമാറാനും മറ്റും അവിടെ പി.സി. ജോർജിന്റെ വീട്ടിൽ പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം മുതലേ പി.സി. ജോർജ് സ്ഥലത്തില്ല, വീട്ടിലില്ല, നോട്ടീസ് നേരിട്ട് കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് പി.സി. ജോർജിന്റെ വീട്ടിൽ നിന്നും ലഭിച്ചിരിക്കുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ കണ്ടതാണ്. ഇപ്പോൾ നിലവിൽ അവിടുത്തെ പി.സി. ജോർജിന്റെ മറ്റ് കുടുംബാംഗങ്ങൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഷോൺ ജോർജ് ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എല്ലാം പാർട്ടി നേതൃത്വം പറയും എന്നുള്ളൊരു നിലപാടാണ് ഷോൺ ജോർജ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് പി.സി. ജോർജ് പരമാവധി ഒരിക്കൽ കൂടി തന്നെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് തനിക്ക് ഒരിക്കൽ കൂടി ഒരു മൈലേജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയത്. ഏതായാലും അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോലീസ് പോകാൻ തയ്യാറായിട്ടില്ല. പോലീസ് പറഞ്ഞത് ഇന്ന് ഹാജരാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഹാജരാകും എന്ന് പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. പക്ഷേ പോലീസ് പറഞ്ഞു പ്രകടനമായി ശക്തി പ്രകടനമൊക്കെ നടത്തി കുറേ BJP-ക്കാരെ എല്ലാം കൂട്ടി ഒരു പ്രകടനം നടത്തി ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ച് ഹാജരാക്കാനുള്ള പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ടും മറ്റ് SDPI പോലെയുള്ള തീവ്രവാദ സംഘടനകളും വർഗീയ സംഘടനകളും ഇതിനെതിരെ രംഗത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു സ്പർദ്ധയ്ക്ക് ഇടയാക്കുന്ന രീതിയിലുള്ള ഒരു നീക്കത്തെയും അനുവദിക്കില്ല എന്നുള്ളത് പോലീസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ പ്രകടനം ഒന്നും നടത്തില്ല എന്നുള്ളതാണ് BJP നേതാക്കന്മാർ വ്യക്തമാക്കുന്നത്. പക്ഷേ ആ സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എന്തോ ഒരു ഒളിഞ്ഞു നിൽപ്പുണ്ട്. ഏതായാലും ഒരു അക്രമത്തിലേക്കോ സംഘർഷത്തിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും പോലീസിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. സിന്ദൂരി. വ്യക്തമാണ് ജോസിൽ. വിദ്വേഷ പരാമർശ കേസിൽ ഒളിവിൽ കഴിയുന്ന പി.സി. ജോർജ് ഇന്ന് പോലീസിൽ കീഴടങ്ങിയേക്കും. നിലവിൽ ഇപ്പോൾ പി.സി. ജോർജിന്റെ വീട്ടിൽ പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ BJP-യിലെ ചില നേതാക്കളും മറ്റുമാണുള്ളത്. അവർ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമെന്നൊരു മറുപടിയാണ് പോലീസിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നിലവിലുള്ള കഴിഞ്ഞുപോയ ഒരു പ്ലാൻ എന്ന് പറയുന്നത് പി.സി. ജോർജിന്റെ വീട്ടിൽ നിന്നും പ്രകടനമായി പോലീസ് സ്റ്റേഷനിലേക്ക് പി.സി. ജോർജിനെ എത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ പ്രകടനത്തിന് അനുമതി പോലീസ് നൽകിയിട്ടില്ല. വളരെ സമാധാനപരമായി ഈ ഒരു പ്രശ്നത്തെ പി.സി. ജോർജിനെ നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും
നമുക്ക് കാണുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട നടപടി. എന്തായാലും അതിനെതിരെ പി സി ജോർജിനോടൊപ്പമുള്ള പാർട്ടിയും എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്ന് വരും സമയങ്ങളിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജോസിൽ സെബാസ്റ്റ്യനാണ് ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.